ഹലോ ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത്. ആമസോണിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ സമയത്ത് വാങ്ങിയൊരു സാധനമാണ് നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഗൈസ്, ഇതിലാണ് നമ്മൾ വാങ്ങിയിട്ടുള്ള സാധനം ഉള്ളത്. ഞാനത് എന്താണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് വാങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റ്, OnePlusന്റെ ബഡ്സ് 3. അപ്പൊ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പൊ ഇത് തുറക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ആദ്യമായിട്ട് എയർപോഡ് കാണാം. അതിനോടൊപ്പം തന്നെ അകത്തായിട്ട് നമ്മുടെ യൂസർ മാനുവലിന്റെ ബോക്സ്, ഇതില് ഇതിനെ കുറിച്ചുള്ള യൂസർ മാനുവൽ ഉണ്ട്. അങ്ങനെയുള്ള ഒരു കാർഡ് ഉണ്ട്. അതിന്റെ പിന്നിലായിട്ട് ഒരു QR കോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇതില് ബഡ്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഓരോരോ ആളുകൾക്ക് ഓരോരോ ചെവിയുടെ ഇതിനനുസരിച്ചിട്ടുള്ള മാറ്റി വെക്കാൻ പറ്റുന്ന തരത്തിലുള്ളത് ഒരു സി ടൈപ്പ് ഡാറ്റ കേബിൾ ആണ് വരുന്നത്, ചാർജിങ് കേബിള്. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇത് തുറന്നു വെക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇവിടെ വിൻഡോയിൽ കാണിക്കും ഇത് കണക്ട് ആയി എന്നുള്ളത്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷനിലേക്ക് കിടക്കാം. അപ്പൊ ആദ്യം തന്നെ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതായത് ഇയർബഡ് ഫങ്ഷൻസ്, ഫൈൻഡ് ഡിവൈസ്. അത് നമുക്ക് ഈ ഫൈൻഡ് ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് പോയി നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് ഇത് രണ്ടും എടുത്തൊന്ന് പുറത്തേക്ക് വെക്കണം, രണ്ട് ബഡ്സും. അപ്പോൾ ഇനി നമുക്കിത് കാണാതാവുന്ന സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റിയൊരു ഫംഗ്ഷനാണ് ഫൈൻഡ് മൈ ഡിവൈസ് എന്നുള്ള ഫംഗ്ഷന്. അപ്പൊ അത് പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കേൾക്കാവുന്ന അങ്ങനെ ചെറിയ രണ്ട് സൗണ്ട് വരും. അപ്പൊ അത് നിങ്ങൾക്ക് കേൾക്കാന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഇത് കാണാതാവുന്ന സാഹചര്യത്തിൽ ഉപയോഗിക്കാനുള്ളതാണ്. പിന്നെ നമുക്ക് ഈ ബഡ് ഫങ്ഷൻസിലേക്ക് കിടക്കാം. ഫങ്ഷൻസിലേക്ക് വരുന്ന സമയത്ത് ഇതിൽ നല്ല ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഉള്ള ഒരു ഇയർബഡ്സ് ആണ് വരുന്നത്. ഇനി അടുത്തതിൽ നമുക്ക് ഇതിന്റെ OnePlus 3D ഓഡിയോ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ എന്താ പറയാ, ഈ ബഡ്സ് കൺട്രോൾസ് വരുന്ന ഈ ഭാഗത്താണ് ഇതിന്റെ ടച്ച് വരുന്നത്. ഈ ഒരു പൊസിഷനിലായിട്ട് നമുക്ക് പിക്ചറിൽ കാണിക്കുന്നത് പോലെ തന്നെ പ്ലേ ആൻഡ് പൗസ്, ഡബിൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ്, പ്രീവിയസ്, വോയിസ് കൺട്രോൾ, ഇങ്ങനെയൊക്കെയാണ് ഇതിൽ ഓപ്ഷൻസ് വരുന്നത്. അപ്പൊ ഇനി നമുക്ക് അടുത്തൊരു ഓപ്ഷനായ ഇതിൽ നമുക്ക് ഓട്ടോമാറ്റിക് പ്ലേ ആൻഡ് പൗസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വരുന്നത് ഡ്യുവൽ കണക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഓൾറെഡി ഈ ഒരു മൊബൈലിൽ ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മൊബൈലിലും പിന്നെ വേറെ ഏതെങ്കിലും ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ ഓപ്ഷനുള്ള ഇത് യൂസ് ചെയ്യാം. അപ്പൊ ഇത്രയാണ് ഇതിന്റെ ഒരു ഫങ്ഷൻസ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇയർബഡ് ഫിറ്റ് ആണോ എന്നുള്ള ഒരു ടെസ്റ്റ് ആണ് വരുന്നത്. അപ്പൊ ഞാനിതൊന്ന് ജസ്റ്റ് ചെവിയിൽ വെച്ചിട്ടൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് പ്ലേ കൊടുക്കാം. പ്ലേ ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ അരുവിയിലൊക്കെ ഉള്ള ഒച്ചയിട്ടാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും ലെഫ്റ്റും റൈറ്റും ഗുഡ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഗൈസ്, നോയിസ് ക്യാൻസലേഷനിൽ ഞാൻ വിട്ടുപോയ ഒരു സാധനമാണ് കാണിക്കുന്നത്. അതിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ സ്മാർട്ട് എന്നുള്ള ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ നോയിസ് റെഡ്യൂസ് ചെയ്യും. അതുപോലെ ഹൈ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രെയിൻസിലോ അല്ലെങ്കിൽ യാത്രയിലോ എന്തെങ്കിലും ഉള്ള സിറ്റുവേഷനിലാണെങ്കിൽ നമുക്ക് നോയിസ് അത്രയ്ക്ക് കുറഞ്ഞു കിട്ടും. അതുപോലെ ഇപ്പം ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ള മോഡറേറ്റ് ആണ്. പിന്നെ അതുപോലെ ഈ ഒരു 4 നോയിസ് കൺട്രോൾ മോഡാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ നമുക്ക് ഇതിൽ സൗണ്ടിന്റെ മീറ്റർ കൂട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ. എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇതിന്റെ നോയിസ് കൺട്രോൾ, അതുപോലെ ഇതിലുള്ള 3D ഓഡിയോ എന്നുള്ള ഓരോരോ സ്പെസിഫിക്കേഷൻസ്, അതുപോലെ ഇതിൽ നമുക്ക് ആ ഫൈൻഡ് ഡിവൈസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അതും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ എവിടെയെങ്കിലും അടുത്ത് നമുക്കിത് കാണാതാവുന്ന സാഹചര്യത്തിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഇതിനെ ലൊക്കേറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു OnePlus ബഡ്സ് 3യെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എന്നാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിലേക്ക് എല്ലാവർക്കും ബൈ.